ാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10-ലെ ആദ്യത്തെ ഒറ്റരാവ് ഇന്നലെ രാത്രി കഴിഞ്ഞു. അല്ലാഹു തആല നമുക്കെല്ലാം പരിപൂർണ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 21-ാമത്തെ നോമ്പും 22-ാമത്തെ തറാവീഹ് നമസ്കാരത്തിലേക്കുമാണ് നാം കടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ തറാവീഹിന്റെ പുണ്യങ്ങളിൽ 22-ാമത്തെ തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ജാഅ യൗമൽ ഖിയാമത്തി ആമിനൻ മിൻ കുല്ലി ഗമ്മിൻ വഹമ്മിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമതകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ പരിപൂർണമായി രക്ഷപ്പെടുത്തുമെന്ന് ആദരവായി നബി തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. 22-ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഖിയാമത്ത് നാൾ, നമുക്കറിയാം ഖിയാമത്ത് നാളിൽ ഭീതിതമായ അല്ലെങ്കിൽ ഭയാനകരമായ, എല്ലാവരും ബേജാറിലും വെപ്രാളത്തിലും എൻ്റെ ഹിസാബ് എങ്ങനെയായിരിക്കും, എൻ്റെ സിറാത്ത് എങ്ങനെയായിരിക്കും, എൻ്റെ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്ന നന്മയുടെയും തിന്മയുടെയും കിതാബ് എനിക്ക് വലം കൈയിലാണോ അതല്ല ഇടത് കൈയിലാണോ ലഭിക്കുന്നത്, അള്ളാഹുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും. സ്വന്തം ഭാര്യയെ ഓർക്കാൻ കഴിയുന്നില്ല, സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവരെ ചിന്തിക്കാനോ കഴിയുന്നില്ല. അത്തരത്തിൽ എല്ലാവരും ബേജാറിലും വെപ്രാളത്തിലും ധൃതിയിലും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീതിതമായ അവസ്ഥയാണ് മഹ്ശറിലും ഖിയാമത്ത് നാളിലും നമുക്കുണ്ടാകുന്നത്. അല്ലാഹു തആല എല്ലാം അല്ലാഹു എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 22-ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന മനുഷ്യന് ഇതിന്റെ ടെൻഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു കാര്യത്തിന് ടെൻഷനും ആ മനുഷ്യന് പാരത്രികമായ ലോകത്ത് വരുന്നില്ല. കാരണം 22-ാമത്തെ തറാവീഹിന്റെ പുണ്യം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഖിയാമത്ത് നാളിൽ എല്ലാ വിഷമതകളിൽ നിന്നും പ്രയാസങ്ങളിലും അല്ലാഹു തആല മനുഷ്യനെ സംരക്ഷിക്കുമെന്നാണ്. അത്തരത്തിൽ അല്ലാഹു തആല നമുക്കും പരിപൂർണമായ സലാമത്തും സന്തോഷവും പാരത്രികമായ ലോകത്ത് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പരിപൂർണമായി പുറത്തുമാപ്പാക്കി പരിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തും അതുപോലെ മഗ്ഫിറത്തും നരകമോചനവും സ്വർഗപ്രവേശനത്തിന്റെയും ആനുകൂല്യങ്ങളും ലൈലത്തുൽ ഖദറിന്റെ ആനുകൂല്യങ്ങളും ഒക്കെ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി പരിശുദ്ധമായ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.